ചെവിക്കല്ല് നോക്കി രണ്ടെണ്ണം പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരക്കാരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതും. പണത്തിനു വേണ്ടി എന്ത് കള്ളത്തരവും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ സത്യത്തിൽ ലജ്ജ തോന്നുകയും തലവലിക്കേണ്ട അവസ്ഥയുമാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇയാളെക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഇത് പറയുവാൻ കാരണം കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നിന്നും വന്ന ഒരു വാർത്ത നമ്മുടെ എല്ലാം ഉള്ളുലയ്ക്കുന്നതാണ്. ബസ് യാത്രക്കിടയിൽ തന്നെ ലൈംഗിക ആക്രമണം നടത്തി എന്ന ഒരു കള്ളപ്രചരണം നടത്തിയതിനെ തുടർന്ന്, ഒരു സ്ത്രീ പരാമർശിച്ചതിനെ തുടർന്നുണ്ടായ മനോവിഷമം ഉണ്ടായി ഒരു യുവാവ്, പാവം നിരപരാധിയായ ഒരു യുവാവാണ് ജീവനൊടുക്കിയത്. കോഴിക്കോട് സ്വദേശിയായ ദീപക്കാണ് ഈ സംഭവത്തിൽ മനം തൊന്ന് ആത്മഹത്യ ചെയ്തത്. ഇത് താങ്ങാൻ പറ്റില്ല, അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ, എൻ്റെ മുഖം ഓർമ്മ, കുട്ടി ഇത് ചെയ്താഞ്ഞത് എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അത്രത്തെ ഒരു പേർക്ക് ഈ വയസ്സ് വരെ എൻ്റെ കുട്ടി ഒരു ചീത്തപ്പേര് എൻ്റെ കുട്ടി പറയിപ്പിച്ചിട്ടില്ല. എൻ്റെ കുട്ടിക്ക് താങ്ങാൻ പറ്റുണ്ടാവില്ല. അതുകൊണ്ട് ഇതിന് ആരുത്തരവാദിയാണ്? യുവതി പങ്കുവെച്ച വീഡിയോ നമ്മൾ കാണുമ്പോൾ ഇതിൽ മോശമായി പെരുമാറിയ ഒരു തെളിവും അതിനകത്ത് കാണുവാനില്ല. നമ്മുടെ നാട്ടിലെ റോഡിന്റെ അവസ്ഥയും ബസ്സിലെ തിരക്കുമെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു തിരക്കിനുള്ളിൽ അബദ്ധത്തിൽ തട്ടിയതാകാൻ ഉള്ള ഒരു സാധ്യതയും അവിടെ കാണുന്നുണ്ട്. എന്നാൽ ദീപകിന്റെ മുഖം വ്യക്തമായി കാണിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന് ഇത് വിട്ടുതരുന്നു എന്നുള്ള ഹെഡിങ്ങോട് കൂടിയാണ് ഈ പ്രചരണം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ആരും അന്വേഷിച്ചില്ല. ദീപകിനെ അടുത്തറിയാവുന്നവർ, സഹപ്രവർത്തകരാണെങ്കിലും അതുപോലെ തന്നെ സുഹൃത്തുക്കളാണെങ്കിലും സമീപവാസികളാണെങ്കിലും ജനങ്ങളെല്ലാവരും തന്നെ പറയുന്നത് ദീപക് ഇതുപോലെ തെറ്റ് ചെയ്യുന്ന ഒരാളല്ല, വളരെ മാന്യമായിട്ട് ജീവിച്ചു പോരുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ കോടതി വിധി പോലുള്ള വിധികൾ പുറത്തു വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് ശിക്ഷ വിധിക്കും എന്നുള്ള രീതിയിലുള്ള ഇദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനും പരിഹാസപ്പെടുത്തുന്നതിനുമുള്ള ഓരോ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. ഇതിൽ മനം നൊന്ത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ മാർഗമില്ല, തന്നെ ആരും തന്റെ വാക്കുകൾക്കാരും പ്രസക്തി കൊടുക്കുന്നില്ല, തന്നെ ചിന്തിക്കുകയും നിവൃത്തിയില്ലാതെ ജീവനെടുക്കാൻ തീരുമാനിക്കുകയുമാണ് ചെയ്തത്. യുവതി ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ. ഒരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ യഥാർത്ഥത്തിൽ അവർക്കല്ലേ മറ്റുള്ളവരുടെ മനസ്സറിയാൻ കഴിയുക? പരാതി ഉണ്ടെങ്കിൽ അത് നിയമപരമായി പോലീസിനെ അറിയിക്കുകയായിരുന്നു വേണ്ടത്, അല്ലാതെ ഒരു വീടിൻ്റെ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരാളുടെ ജീവൻ പൊലിക്കുന്ന കാര്യങ്ങളല്ല നടത്തി വരേണ്ടത്. ഇനി ആരെന്ത് വിശദീകരണം നൽകിയിട്ടും കാര്യമില്ല, പോയ ജീവൻ തിരികെ വരില്ല, ആ കുടുംബത്തിനാണ് നഷ്ടമായത്. ബസ്സുകളിൽ CCTV ദൃശ്യങ്ങൾ വേണമെന്നും സോഷ്യൽ മീഡിയ വിചാരണകൾക്ക് ഒരു അന്ത്യമുണ്ടാകണമെന്നും ദീപകിന്റെ ഈ വാർത്ത, ദീപകിന്റെ ഈ ആത്മഹത്യ നമ്മളെ വെളിപ്പെടുത്തുന്നു. ഇനിയൊരു ദീപക് ഇവിടെ ഉണ്ടാവരുത്. ദീപകിന് നീതി ലഭിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്.